2022 മുതൽ ഈ ഒരു സമയം വരെ നടന്നിട്ടുള്ള PSC എക്സാംസ് നമുക്കറിയാം. നമ്മുടെ ഇങ്ങനെ ഓരോ മാസം ഓരോ സബ്ജക്റ്റിന് ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഈ അടുത്തിടെ, അതായത് കഴിഞ്ഞുപോയ വർഷം. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് എൻറെഡി ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ LPUP വിജയപഥ കോഴ്സിന്റെ ഭാഗമായിട്ട് എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ എത്തുന്ന ഒരു പുതിയൊരു സീരീസ് ആണ് ഷുവർ ഷോട്ട് PYQ ഡിസ്കഷൻ. അതിന്റെ ഒന്നാമത്തെ സീരീസ് കഴിഞ്ഞൊരു സൺഡേ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ്സ് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഷുവർ ഷോട്ട് PYQ ഡിസ്കഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2022 മുതൽ ഈ ഒരു സമയം വരെ നടന്നിട്ടുള്ള PSC എക്സാംസ് നമുക്കറിയാം. നമ്മുടെ LPUP സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് എക്സാംസ് നടന്നിട്ടുണ്ട്. അതായത് ആ സിലബസിന് ഇപ്പൊ പാലിയത്തച്ഛൻ വേലുത്തമ്പി ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഇതുമായി ബേസ് ചെയ്തുകൊണ്ട് ഒത്തിരി എക്സാംസ് നടന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളെ നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നു, അവിടുത്തെ റെയർ ഫാക്ട് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഡിസ്കസ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സീരീസ് ആണ്. അപ്പൊ ഈ സീരീസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ അഭിപ്രായം കൂടി ഞങ്ങളെ അറിയിക്കുക. അപ്പൊ നമ്മൾ തുടർച്ചയായിട്ട് പോകുന്നുണ്ട്, ഒത്തിരി സീരീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ബുധനാഴ്ച ദിവസം തന്നെ നിങ്ങൾക്ക് ചോദ്യപ്പെട്ടി എത്തുന്നുണ്ട്, ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് A to Z സീരീസ് എത്തുന്നുണ്ട്, സൺഡേ എന്ന് പറയുന്ന ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് ഈ ഒരു ഷുവർ ഷോട്ട് PYQ ഡിസ്കഷൻ കൂടി എത്തുകയാണ്. അപ്പൊ ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. കാരണം നമുക്ക് പ്രസ്താവന രീതിയിലെ ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ് അല്ലെ, ആ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചേരുംപടി ചേർക്കുന്ന രീതിയിലെ ചോദ്യങ്ങൾ, അസെഷൻ റീസൺ ചോദ്യങ്ങൾ, ഇതൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അനുബന്ധ വിവരങ്ങൾ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ LPUP വിജയപഥവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കാര്യം കൂടി പറയുകയാണ്. എൻട്രിയിൽ LPUP വിജയപഥത്തിനെ മാസ്റ്റർ ബാച്ച് 1.0 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതെന്താ ഇപ്പൊ 1.0 മാസ്റ്റർ ബാച്ചിന്റെ പ്രത്യേകത, വിജയപഥ ബാച്ചിൽ നിന്ന് വ്യത്യസ്തം എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. നമ്മുടെ വിജയപഥ കോഴ്സ് എന്ന് പറയുന്നത് ഫുള്ളി റെക്കോർഡ് ക്ലാസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ മാസ്റ്റർ ബാച്ച് 1.0യുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ലൈവ് ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈവ് മാത്രമല്ല, എക്സ്ക്ലൂസീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് റാങ്ക് ഹോൾഡേഴ്സ് മാക്കിംഗ് ബാച്ച്. ആദ്യത്തെ 25 റാങ്കിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ബാച്ച് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ LPUP വിജയപഥ മാസ്റ്റർ ബാച്ച് 1.0 എന്ന് പറയുന്ന മന്ത്ലി സബ്ജക്ട് ഫോക്കസ്ഡ് ക്ലാസ്സസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഓരോ മാസം ഓരോ സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഒരു മാസം നമ്മൾ സൈക്കോളജിക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ഒപ്പം മറ്റ് സബ്ജക്റ്റും പഠിച്ചു പോകുന്നു. ഈ സൈക്കോളജി റെക്കോർഡ് ക്ലാസ് നിങ്ങൾ കാണുന്നതിനോടൊപ്പം അതിന്റെ ലൈവ് ക്ലാസ് കൂടി നിങ്ങൾ കണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അധ്യാപകന്റെ സഹായത്തോടെ അത് പഠിച്ചു തീരുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരിക്കും നമ്മൾ അടുത്ത മന്ത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റെക്കോർഡ് ക്ലാസ്, അതിന്റെ ലൈവ്, അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീരുന്നു. ഇങ്ങനെ ഓരോ മാസം ഓരോ സബ്ജക്റ്റിന് ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ലൈവ് ക്ലാസ്, PYQ ഡിസ്കഷൻ ഒപ്പം എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് റാങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ എത്താൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സ്റ്റഡി ടൈം ടേബിൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ് പോകുന്നത്. അപ്പൊ എല്ലാ ക്ലാസ്സും നമുക്ക് സ്റ്റഡി ടൈം ടേബിൾ ബേസ് ചെയ്താണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. ഒപ്പം തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും, അപ് ടു എക്സാം വരെ ഉണ്ടായിരിക്കും. മെന്റേഴ്സിനോട് നിങ്ങളുടെ ഡൗട്ട് ഒക്കെ തന്നെ ക്ലിയർ ചെയ്യാൻ കഴിയുന്നതാണ്. ലൈവ് സെഷൻസും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ പുറമെ എൻട്രിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഴുതാൻ കഴിയും. അല്ലെ, ഏതൊരു ആപ്പ് എടുത്ത് പരിശോധിച്ചാലും അതിൽക്കാൾ കൂടുതൽ എക്സാംസ് നിങ്ങൾക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് എൻട്രിയുടെ ആപ്പിന്റെ സവിശേഷത. വീക്കിലി 3 മോഡൽ എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഇത് 300 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ഇതിനൊക്കെ പുറമെ ലൈവ് എക്സാംസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ഇതിനൊക്കെ പുറമെ ഓരോ ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ട് എക്സാംസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ഈ ഒരു ഫീച്ചേഴ്സ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡെയിലി ലൈവ് എക്സാം, റിവിഷൻ ടെസ്റ്റ്, SCRT പാക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റഡി നോട്ട്സ് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിനു സാറിന്റെ 1001 സൈക്കോളജി ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഇത് പ്രയോജനപ്പെടുത്തുക, പരമാവധി ഉപയോഗിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ LPUP വിജയപഥ സീരീസുമായി ബന്ധപ്പെട്ടുള്ള PYQ സെഷനിൽ നമ്മൾ പോകുന്നത് ഷുവർ ഷോട്ട് PYQ സെഷനിൽ ഷിജി മിസ്സിന്റെ ക്ലാസ് ആണ്. നവോദയ
നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിലെ ചോദ്യങ്ങൾ 2022 മുതലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ അതുമായി അനുബന്ധ വിവരവുമായിട്ട് മിസ് നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഓർക്കുക, LPUP വിജയപഥ് മാസ്റ്റർ ബാച്ച് 1.0 ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി സ്ക്രോൾ ചെയ്തു പോകുന്ന ഫോൺ നമ്പറുമായിട്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. LPUP വിജയ്പഥ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഷുവർ ഷോട്ട് PYQ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിനൈസൻസ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അത് കഴിഞ്ഞു പോയ വർഷത്തിൽ, അതായത് ഇപ്പൊ LPUPയുടെ സിലബസിൽ നമുക്ക് റിനൈസൻസ് പഠിക്കാൻ തന്നിട്ടുണ്ട്. കേരള റിനൈസൻസ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതിനകത്ത് നിന്ന് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞു പോയ വർഷം നമ്മളോട് PSC വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾക്കറിയാം, റിനൈസൻസ് നമ്മൾ എല്ലാവരും ഒരുവിധം ഒന്ന് പഠിച്ച് വന്നിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ തുടക്കക്കാരാണെങ്കിലും ആ ഒരു മേഖലയിൽ നിന്ന് തന്നെയായിരിക്കും പഠിച്ചു വന്നിട്ടുണ്ടാവുക. അപ്പൊ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഈ അടുത്തിടെ, അതായത് ഈ കഴിഞ്ഞുപോയ വർഷം PSC നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നൊന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു കണ്ടന്റ് നമ്മൾക്ക് ഓൾറെഡി അറിയാൻ പറ്റും. അതിന്റെ ചോദ്യങ്ങൾ അറിയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, അതിന്റെ ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് വരുന്നത്, അപ്പൊ അതിനോടനുബന്ധിച്ച് എന്ത് കണ്ടന്റ് ആണ് പഠിക്കേണ്ടത്, അങ്ങനെ ഒരു അസസ്മെന്റ് നമുക്ക് ഈ ക്ലാസ്സിലൂടെ രൂപീകരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഒരു ചോദ്യം നോക്കാം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പൊ ഒരു സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ എന്നതിനേക്കാൾ ഉപരി നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് PSC നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളെ നമ്മൾക്ക് അത് വായിച്ച് കണക്ട് ചെയ്ത് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കണം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ വരുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠ, അതായത് ലിസ്റ്റ് 1 ഈവന്റും ലിസ്റ്റ് 2 എന്ത് തന്നിരിക്കുന്നു, അത് നടന്ന വർഷവും തന്നിരിക്കുകയാണ്. അപ്പൊ അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടന്നത് ഏത് വർഷമാണ് എന്നുള്ളതാണ് അവിടെ ചോദ്യം. അതുപോലെ ടാഗോറിന്റെ സന്ദർശനം, അതായത് ടാഗോർ ഇവിടെ വന്ന് ശ്രീനാരായണ ഗുരുവിനെ കണ്ട ആ ഒരു വർഷം ഏതാണ്. ഗാന്ധിജിയുടെ സന്ദർശനം ശ്രീനാരായണ ഗുരുവുമായിട്ട് കണ്ടുമുട്ടിയ വർഷം ഏതാണ്. അതുപോലെ ഗുരുവിന്റെ സമാധി ഉണ്ടായ അന്തരിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗുരുവിന്റെ സമാധി എല്ലാവർക്കും അറിയാം, അത് 1928 ഓപ്ഷൻ B ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ 4B ആണ്. അതുപോലെ ഗാന്ധിജിയുടെ സന്ദർശനം അതെന്താണ്, ഓപ്ഷൻ D ആണ്, 1925 എന്ന വർഷം. ടാഗോറിന്റെ സന്ദർശനം 1922 എന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠ 1888. അപ്പൊ ഇത്രയും കാര്യങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻസ് നിന്നാണ് നമ്മൾ ആൻസർ എടുക്കേണ്ടത്. അപ്പൊ ഇതില് ആൻസർ വരുന്നത് നമ്മളെ ഓപ്ഷൻ C ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഫാക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഓപ്ഷനിലൂടെ കണക്ട് ചെയ്ത് വീണ്ടും ആൻസർ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യം ടൈം കൺസ്യൂമിങ് ആണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ വളരെ കാര്യക്ഷമമായി തന്നെ നമുക്ക് ഓർക്കാൻ സാധിച്ചാലാണ് അവിടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ഫാക്ട്സ് പഠിക്കുന്നുണ്ട്, അല്ലെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ കുറച്ച് കണ്ടന്റ് മാത്രം നമുക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ ഒന്ന് നോക്കി പോകാം. അപ്പൊ ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തി സമാധി ആയ വർഷം വന്നിട്ടുണ്ട് അവിടെ 1928. അപ്പൊ അതുപോലെ തന്നെ നമ്മൾക്ക് ജനിച്ച വർഷം, ഗുരു ജനിച്ച വർഷം നോക്കി വെക്കണം, 1856 ഓഗസ്റ്റ് 20 ആണ്. അപ്പൊ ചെമ്പഴന്തി എന്ന സ്ഥലം തിരുവനന്തപുരത്താണ്, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ പഴയകാല ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ വയൽവാരം വീട് എന്ന രീതിയിൽ ഒരു ചോദ്യം വന്നിരുന്നു. അതായത് വയൽവാരം വീട് ആരുടെ ജന്മവീടാണ്, ജന്മഗൃഹമാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെത് തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു സെപ്റ്റംബർ 20 സമാധി ആയത് 1928 എന്നുള്ള ആ ഒരു കണ്ടന്റ് നമ്മൾ ഉറപ്പിച്ച് പഠിച്ചു വെക്കുക. അപ്പൊ യൂഷ്വലി ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ജനിച്ച വർഷം, മരിച്ച വർഷം, അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് കിട്ടാറില്ല. ഇത്തരം ഫാക്ട്സ് നിരത്തിയ ശേഷം വരുന്ന ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ കണ്ടന്റും അതിൽ നിന്ന് പഠിച്ചു വെക്കുകയും വേണം. ദെൻ അപ്പൊ നമുക്ക് 5 തെങ്ങില് അദ്ദേഹം സ്കൂൾ സ്ഥാപിച്ചത് 1881 അതുപോലെ 1888 അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ വളരെ വിവാദ വിഷയമായ ഒരു കാര്യമാണ്. അപ്പോൾ നെയ്യാറിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ കല്ല് എടുക്കുകയും ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ വളരെ അന്നത്തെ ഒരു കാലഘട്ടത്തില് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മളുടെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് ഇത്തരം ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര വിവാദപൂർണമായ ഒരു സംഭവമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് PSC പരീക്ഷകൾക്ക് ഒരു റിപ്പീറ്റ് ക്വസ്റ്റ്യനുമാണ്.
ഇനി SNDP അദ്ദേഹം തന്നെ സ്ഥാപിച്ച SNDP ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. അപ്പൊ അതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഘടന സ്ഥാപിച്ചത്. അപ്പൊ അത് 1903 മെയ് 15 തീയതിയാണ്. ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഇയർ തന്നെയാണ് 1903 മെയ് 15. അതേപോലെ ശിവഗിരി മഠം 1904 സ്ഥാപിച്ചത്. അപ്പൊ നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ശിവഗിരി മഠത്തിലാണ്. പിന്നെ അവിടെ നിന്ന് തന്നെ പിന്നെയും റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ശിവഗിരി മഠത്തില് ശാരദാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷമാണ്? ഒരു മുൻപത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആലുവയില് അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. അത് കൂടാതെ അവിടെ സർവമത സമ്മേളനം നടത്തിയത് 1924. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു കൊട്ടേഷൻ തന്നിട്ട് അത് ആണ് സാധാരണ ചോദിക്കാറുള്ളത്. അത് കഴിഞ്ഞൊരു വർഷത്തിലും ഇതേ ചോദ്യം തന്നെ വന്നിട്ടുണ്ട്. എന്ത്? 1924 സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ. അപ്പോ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ള ഒരു സെന്റൻസ് ആര് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് PSC. അത് സർവമത സമ്മേളനം ആലുവയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ, അതായത് പ്രമുഖ വ്യക്തികളെ കണ്ടുമുട്ടിയ വർഷം നമുക്കൊന്ന് നോക്കി പോകാം. കാരണം ഇപ്പൊ ഇതില് ടാഗോറുമായിട്ട് കണ്ടുമുട്ടിയ വർഷം 1922 എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതുപോലെ മറ്റുള്ള ചട്ടമ്പി സ്വാമികൾ അതുപോലത്തെ മറ്റുള്ള ആചാര്യന്മാരെ ഒക്കെ കണ്ട വർഷം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ 1882 ചട്ടമ്പി സ്വാമികളെ കാണുന്നത്. 1891 കുമാരനാശാനെ കാണുന്നത്. ഡോക്ടർ പൽപ്പുവുമായിട്ട് പരിചയപ്പെടുന്ന 1895 അയ്യങ്കാളിയുമായിട്ട് മീറ്റ് ചെയ്യുന്നത് 1912. അതുപോലെ വാഗ്ബടാനന്ദൻ അദ്ദേഹമായിട്ട് കാണുന്നത് 1914. അപ്പോൾ ഓരോ വർഷവും ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഇതായിരിക്കാം അടുത്ത തവണ നമുക്ക് വേണ്ടി ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇത് ഇത്രയും തന്നിട്ട് പ്രസ്താവന രീതിയിൽ മാച്ച് ചെയ്യാനായിട്ട് നമ്മളോട് പറയാം അല്ലേ. ഇനി മറ്റൊരു ചോദ്യം നോക്കിയേ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അപ്പൊ അത് 1 മാത്രം, 2 മാത്രം, 3 മാത്രം, 1ഉം 2ഉം മാത്രം, ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് ആൻസർ എങ്ങനെ കണ്ടെത്താം? ഇപ്പോൾ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു സെന്റൻസ് പഠിക്കുന്നുണ്ട്. അതേപോലെ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി, നമ്മൾ തൊട്ട് കഴിഞ്ഞു പോയ ചോദ്യത്തിലൂടെ ആ പോയിന്റ് ഒന്നും കൂടെ ഉറപ്പിച്ചെടുത്തതുമാണ്. ഇത് ശ്രദ്ധിച്ചേ. 3ാമത്തെ പോയിന്റ് കണ്ടോ? ഇത് തെറ്റല്ലേ? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു അല്ല. അപ്പോ നമ്മൾക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്താം. ബന്ധമില്ലാത്ത പ്രസ്താവന എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഈ 3ാമത്തതാണ് ബന്ധമില്ലാത്തത്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ C ആണ്. ഓക്കെ. അതുപോലെ മറ്റൊരു ചോദ്യം, ഇത് 2023 വന്നതല്ല കേട്ടോ, അതിന് മുൻപ് ഒരു LP സ്കൂൾ ടീച്ചറിന്റെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത്? സെയിം ഒരു മോഡൽ ചോദ്യം തന്നെയാണ്. മേൽമുണ്ട് കലാപം, SNDPയുടെ സ്ഥാപനം, സർവമത സമ്മേളനം, അരുവിപ്പുറം പ്രതിഷ്ഠ. അപ്പൊ നമുക്ക് ഉറപ്പായി സർവമത സമ്മേളനം, അരുവിപ്പുറം പ്രതിഷ്ഠ, SNDPയുടെ രൂപീകരണം, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവാണ് ചെയ്തിരിക്കുന്നത്. മേൽമുണ്ട് കലാപം അല്ലെങ്കിൽ മേൽശീല സമരം എന്നൊക്കെ പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ചാന്നാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ചാന്നാർ കലാപത്തിന് ആദ്യകാലത്ത് ഒരു നേതൃത്വം അല്ലെങ്കിൽ പ്രോത്സാഹനം നൽകിയത് വൈകുണ്ഠ സ്വാമികളാണ് എന്ന് നമ്മൾക്ക് അറിയാം. ഓക്കെ. അപ്പോ ഈ പറയുന്ന ചോദ്യത്തില് ആൻസർ വരിക എന്താണ്? ബന്ധമില്ലാത്തത് ഓപ്ഷൻ A ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ കുറച്ച് ചോദ്യങ്ങള് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി. അപ്പോ ഇതില് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി ഇപ്പോ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, നമ്മൾ ഏതൊരു റിനൈസൻസ് ലീഡേഴ്സിനെ എടുത്ത് നോക്കിയാലും അവരുടെ പുസ്തകങ്ങളും അതുപോലെ തന്നെ അവര് പ്രതിഷ്ഠകൾ എന്തെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയൊക്കെയാണ്, അതിന്റെ വർഷം ഏതൊക്കെയാണ്, അവർക്ക് എന്തെങ്കിലും വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് വിശേഷണങ്ങൾ, ആരൊക്കെയാണ് അത് പറഞ്ഞത്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെടുത്തിയാണ് കൂടുതലും ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പൊ ഈ ഒരു സെറ്റിൽ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇത് കഴിഞ്ഞ വർഷത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ്. നമ്മളുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണിത്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. ലിസ്റ്റ് 1 വാഗ്ബടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, വൈകുണ്ഠസ്വാമികൾ, VT ഭട്ടതിരിപ്പാട്, ഇത്രയും പേരെ തന്നിരിക്കുന്നു. ലിസ്റ്റ് 2 അവർ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ്, പ്രസ്ഥാനത്തിന്റെ പേരാണ്. സമത്വ സമാജം, ആത്മവിദ്യാ സംഘം, സഹോദര പ്രസ്ഥാനം, യോഗക്ഷേമ സഭ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ സമത്വ സമാജം
വൈകുണ്ഠസ്വാമികളായിട്ട് ബന്ധപ്പെട്ടതും ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, അതുപോലെ VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചതാണ് അല്ലെങ്കിൽ തുടങ്ങിയതാണ് എന്ത് യോഗക്ഷേമ സഭ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ചെയ്യാനുള്ളത് അടുത്ത സെറ്റ് ഓഫ് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാച്ച് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോ ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. അപ്പോ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ച 1917. അതുപോലെ തന്നെ ഈ 1917 ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് ഫോർ ഓൾ PSC എക്സാംസ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് LPUP എക്സാം ആണെങ്കിലും ഈ 1917 അതുമായിട്ട് ബന്ധപ്പെട്ട ഇവന്റ്സ് ഒക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. നോക്കൂ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് എപ്പോൾ? 1917. അപ്പൊ ഇത് സെപ്പറേറ്റ് ഒരു ചോദ്യമായിട്ട് വരാം, അല്ലെങ്കിൽ ഇതേപോലെ മാച്ച് ചെയ്ത് എഴുതാനായിട്ടും വരാം. അപ്പോൾ VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് 1908. അപ്പോൾ ജനുവരി 31. അപ്പൊ ഇതിൽ തന്നെ PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യമാണ് വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാസംഘത്തിന്റെ രൂപീകരണം. ആ വർഷം അതൊരുപാട് തവണ വന്ന ക്വസ്റ്റ്യൻ ആണ് 1917. അതുപോലെ തന്നെ കഴിഞ്ഞു പോയൊരു കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി നമുക്കറിയാം, സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച വർഷം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പല തവണ. അപ്പൊ 1836. അടുത്ത ചോദ്യം നോക്കാം. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ കാര്യം പറഞ്ഞു, വൈകുണ്ഠസ്വാമികൾ, വാഗ്ഭടാനന്ദൻ, അങ്ങനെ ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പോയിന്റുകൾ നോക്കി. പിന്നെ നമുക്ക് ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ള ഒരു ചോദ്യമാണ്. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. അതുപോലെ ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യ ഗുരു. അപ്പൊ ഇതില് ശരിയായ പ്രസ്താവന നമ്മൾ കണ്ടെത്തണം. നമ്മൾക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. 1ഉം 3ഉം ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ്, എല്ലാം ശരിയാണ്. അപ്പൊ ഇതില് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ പഠിച്ചവർക്ക് അത് മനസ്സിലാവും. എന്താണ് പോയിന്റ് 2 അല്ലെ? അത് നേരെ തിരിച്ചാണ് വേണ്ടത് അല്ലെ? ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവിടെ തെറ്റുണ്ട്. ശ്രീനാരായണ ഗുരുവാണ് എന്ത് രചിച്ചത്? നവമഞ്ജരി രചിച്ചത്. അപ്പൊ നേരെ തിരിച്ചാണ് ആ പോയിന്റ് അവിടെ വരേണ്ടത്. അപ്പൊ ഇവിടെ 1ഉം 3ഉം ശരിയാണ്, 1ഉം 3ഉം ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്നത് സർവ്വവിദ്യാധിരാജൻ എന്നാണ്. അപ്പൊ കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. 1853 അദ്ദേഹത്തിന്റെ ജനനം. അതുപോലെ അന്തരിച്ചത് 1924 മെയ് 5 അപ്പൊ പന്മനയിലാണ് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ചട്ടമ്പി സ്വാമികളെ ആണെങ്കിലും ശ്രീനാരായണ ഗുരുവിനെ ആണെങ്കിലും ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് തൈക്കാട് അയ്യ സ്വാമികളാണ്. അപ്പൊ തൈക്കാട് അയ്യ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ആ ഒരു കൃതികള് നവമഞ്ജരി, അപ്പൊ ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാണ്, കൃതികൾ ഓരോ റിനൈസൻസ് ലീഡേഴ്സിന്റെയും കൃതികള്, അല്ലെങ്കിൽ രചിച്ച വർഷം, അല്ലെങ്കിൽ അവർക്കുള്ള വിശേഷണങ്ങള്, ഇതൊക്കെ തന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളിലൂടെ നമുക്കിത് പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ നവമഞ്ജരി ശ്രീനാരായണ ഗുരു രചിച്ചത് ആരോടുള്ള ബഹുമാനാർത്ഥമാണ്? ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ആണ്. അദ്ദേഹത്തിന്റെ പേരുകൾ ഷൺമുഖദാസൻ, കുഞ്ഞൻപിള്ള, അതുപോലെ ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നു. അതുപോലെ കാവ്യ ധരിക്കാത്ത സന്യാസി, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അപ്പൊ സമാധി സ്ഥലം പലതവണ PSC ചോദിച്ചിട്ടുള്ള ഒന്നാണ്. പന്മനയിലാണ് സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോ അയ്യങ്കാളിയെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, നമുക്കത് വായിച്ചു നോക്കാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് 1915. വളരെ ശ്രദ്ധിച്ച് ഈ ചോദ്യം അതിന്റെ ഓപ്ഷൻസ് വായിച്ചു നോക്കുക. കല്ലുമാല സമരം നടത്തിയത് 1893. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു അല്ലെ? അതുപോലെ അയ്യങ്കാളിയെ ഗാന്ധിജി 37 സന്ദർശിച്ചപ്പോൾ പുലയ രാജാവ് എന്ന് വിളിച്ചിട്ടുണ്ട്, അതുപോലെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ്, വില്ലുവണ്ടി സമരം നടത്തിയതും അയ്യങ്കാളിയാണ്. പക്ഷെ അവിടെ ആ തന്നിരിക്കുന്ന വർഷത്തില് എററുണ്ട്. ആ വർഷം അതിൽ തന്നിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 3ഉം 4ഉം കറക്റ്റായ പ്രസ്താവനകളാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ 3ഉം 4ഉം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമ്മൾക്ക്
അയ്യങ്കാളിയെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കി പോകാം. 1863 ഓഗസ്റ്റ് 28-നാണ് അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരത്ത് തന്നെ വെങ്ങാനൂർ എന്നുള്ള സ്ഥലമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അതുപോലെ അന്തരിച്ചത് 1941 ജൂൺ മാസം 18-ാം തീയതിയാണ്. അപ്പൊ അദ്ദേഹം 1905 വെങ്ങാനൂരിൽ ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ഒരുപാട് തവണ നമുക്ക് എക്സാമിന് വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ സാധുജന പരിപാലന സംഘം എപ്പോഴാണ് സ്ഥാപിച്ചെന്നുള്ളത്. 1907 നെടുമങ്ങാട് ചന്തലഹള 1912 ഉണ്ടായതാണ്. അതായത് അധികൃതരായി കരുതപ്പെടുന്ന സമൂഹത്തിലെ ആൾക്കാരെ നെടുമങ്ങാട് ചന്തയിൽ പ്രവേശിപ്പിക്കണം എന്നുള്ള അതിനുള്ള തടസ്സം നിലനിന്നത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായതാണ് നെടുമങ്ങാട് ചന്തലഹള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെ വർഷം കറക്റ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. അതുപോലെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് അയ്യങ്കാളിയെ നാമനിർദ്ദേശം ചെയ്ത് 1911 തുടർച്ചയായി ഒരുപാട് വർഷത്തോളം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ട് ഇരുന്നിട്ടുമുണ്ട്. അതുപോലെ പെരിനാട് ലഹള അത് തന്നെയാണ് കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത്. കൊല്ലത്താണ് പെരിനാട് അല്ലെങ്കിൽ ഈ പറയുന്ന പെരിനാട് എന്ന സ്ഥലം അല്ലെങ്കിൽ ആ കല്ലുമാല സമരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. 1915 അതിന്റെ വർഷം. ഇനി തൊട്ടടുത്ത പോയിന്റ് നോക്കിക്കേ, ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന പുലയ ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന നടന്നതും 1915 അത് സ്ഥലവേദ തിരുവനന്തപുരത്താണ്. അപ്പോൾ പുലയ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ സ്കൂളിൽ ചേർക്കണം എന്ന് പറഞ്ഞിട്ട് നടത്തിയ സമരമാണ് ഈ പറയുന്ന 90-ാം ആണ്ട് ലഹള. 1990 അത് നടന്നത്. അതുകൊണ്ടാണ് 90-ാം ആണ്ട് ലഹള എന്ന് വിളിക്കുന്നത്. 1915 സാധാരണ ഇയർ അല്ലാണ്ട് നമ്മള് കൊല്ലവർഷം നോക്കുമ്പോൾ 1990 എന്നുള്ള കൊല്ലത്തിലാണ് നടന്നത്. അതുകൊണ്ടാണ് 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരുപാട് നാളത്തോളം തന്നെ ഒരു കൊല്ലത്തിന് മുകളിൽ തന്നെ കൃഷി ബഹിഷ്കരിക്കുകയും കൃഷിപ്പാടങ്ങളിൽ കളകൾ വളരുകയും ചെയ്തു. അപ്പോൾ കുട്ടികളെ പഠിക്കാൻ അനുവദിച്ചില്ല എങ്കിൽ നമ്മുടെ കൃഷിപ്പാടങ്ങളിൽ കളകൾ വളരും എന്നുള്ളത് ആര് പറഞ്ഞിരുന്നു? അയ്യങ്കാളി പറഞ്ഞിരുന്നു. പിന്നീടാണ് കുട്ടികളെ സ്കൂളിൽ ചേർക്കാനായിട്ട് നിയമം ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രാബല്യത്തിലൊക്കെ വരുത്തുന്നതും സവർണ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അത് അനുവദിക്കുന്നതും ഒക്കെ ഈ ഒരു ലഹളക്ക് ശേഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുമാരഗുരുവിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പൊ കുമാരഗുരു എന്ന് പറയുന്നത് പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ശ്രദ്ധിക്കുക. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെട്ടിരുന്നു, ശരിയാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകനാണ്. അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ഓക്കെ, കഷ്ടപ്പെടുന്ന അധികൃതരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് സ്ഥാപിച്ചത്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ക്രിസ്തീയ സമുദായത്തിൽ നിന്നുകൊണ്ട് ആ സമുദായത്തിലെ തന്നെ ജാതീയമായ പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന 4th പോയിന്റ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ട്. അപ്പൊ ഇതിൽ 1, 2, 3 എന്താണ് ഈ കുമാരഗുരുവിനെ സംബന്ധിച്ച് ശരിയാണ്. അതേസമയം 4ാമത്തെ പോയിന്റ് അദ്ദേഹത്തെ സംബന്ധിച്ച് തെറ്റുമാണ്. അപ്പൊ തെറ്റായത് കണ്ടെത്താനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 4 മാത്രം. അപ്പൊ ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോ പൊയ്കയിൽ യോഹന്നാൻ അദ്ദേഹം ജനിച്ചത് 1879 ഫെബ്രുവരിയാണ്. ജനിച്ച സ്ഥലം ഇരവിപേരൂര്, പത്തനംതിട്ട. അതുപോലെ അന്തരിച്ചത് 1939. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, 1909. ആവശ്യത അനുഭവിക്കുന്ന ദളിതരുടെയൊക്കെ ഒരു ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അതുപോലെ ആ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം. അത് അടിലഹള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പല സ്ഥലപ്പേരുകളിലുള്ള അടിലഹളകളുണ്ട്. അപ്പൊ അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് എഴുതിയിരിക്കുന്നത്. വാകത്താനം അടിലഹള, കൊഴുക്കുച്ചിറ ലഹള, മുണ്ടക്കയം ലഹള, മംഗലം ലഹള, അതുപോലെ വെള്ളനാടി സമരം. ഇതെല്ലാം തന്നെ അടിലഹളകൾ എന്ന പേരിൽ പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് റിനൈസൻസുമായി ബന്ധപ്പെട്ട് നോക്കിയത്. നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കുറച്ചുകൂടി ചോദ്യങ്ങൾ നോക്കാം. ഈ ചോദ്യങ്ങളിലൂടെ കുറച്ച് കണ്ടന്റ്സ് നമുക്ക് പഠിച്ചു പോകാം. ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ പഠിച്ചു പോയവർ ഇത് റിവൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പഠിക്കാത്തവർ, പഠിച്ചു തുടങ്ങുന്ന കുട്ടികളാണെങ്കിൽ അവർ മിനിമം ഇത്രയും പോയിന്റ് എങ്കിലും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. ഇനിയും ചോദ്യങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.